ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇസ്രായേൽ അത് ഈ യുദ്ധത്തിൽ സമാധാനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന 10 ദിവസത്തിന് മുൻപ് തന്നെ ഇത് പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് തെക്കൻ ലെബനനിൽ വലിയ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ. ഇത് ഇറാനെ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ലെബനൻ എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട പങ്കാളികളിൽ യുദ്ധത്തിലൊക്കെ ഇറാനെ സഹായിക്കുന്ന ഒരു പങ്കാളിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നടത്തിയ ആക്രമണത്തിൽ ഒരു മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അൽത്തേരി പട്ടണത്തിനടുത്തുണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനിടയിലാണ് മാധ്യമപ്രവർത്തക അമാൽ ഖലീലും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായ സീനബ് ഫറാജും സഞ്ചരിച്ച വാഹനം ആക്രമിക്കപ്പെട്ടത്. ഇവർ സമീപത്തെ വീട്ടിലേക്ക് രക്ഷപ്പെട്ട് ഓടിയെങ്കിലും ഇസ്രായേൽ സൈന്യം ആ വീടിനെയും ലക്ഷ്യമിട്ടു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ലെബനൻ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് ഇവരെ രക്ഷിക്കാനുള്ള ശ്രമം പോലും ഇസ്രായേൽ സേന തടയുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ്. ഇതടക്കം 5 പേർ ഈ മേഖലയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോഴത്തെ പുതിയ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വിഘാതമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മാധ്യമപ്രവർത്തകയെ പോലും ഇത്തരത്തിൽ കൊലപ്പെടുത്തുക എന്നുള്ളത് ഇസ്രായേൽ അറിയാതെ ചെയ്യുന്ന കാര്യമാണോ എന്നാണ് ലബനീസ് സർക്കാർ ചോദിക്കുന്നത്. തലയ്ക്ക് പരിക്കേറ്റ ഫോട്ടോഗ്രാഫർ സൈനബ് ഫറജിനെ രക്ഷാപ്രവർത്തകർ അവിടെ നിന്നും മാറ്റി എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള പരിക്ക് ഇയാൾ കേറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഈ മാധ്യമപ്രവർത്തകയുടെ മൃതദേഹവും മറ്റും കണ്ടെടുക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. അജയ്, ഈ 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള, അതായത് ഏപ്രിൽ 16 വന്നതിന് ശേഷമുള്ള ഏറ്റവും രക്തരൂക്ഷമായ ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത്. അത് വളരെ പ്രധാനമാണ്. സമാധാനത്തിന് ശ്രമങ്ങൾക്കുള്ള വലിയ തിരിച്ചടിയായി അത് മാറുകയും ചെയ്യും, സംശയമില്ല. രഞ്ജിത്ത്, വലിയ ആക്രമണം തന്നെയാണ് ഇപ്പോഴും തെക്കൻ ലെബനനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെടിനിർത്തൽ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഈ വരുന്ന ഞായറാഴ്ചയാണ് വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കുന്നത്. ഇന്ന് വാഷിംഗ്ടണിൽ വെച്ച് 2 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ, അതായത് ലെബനന്റെയും ഇസ്രായേലിന്റെയും പ്രതിനിധികൾ ചർച്ച നടത്താനൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഓഫ്ലൈനായിട്ട് അല്ലാത്ത രീതിയിലുള്ള ചർച്ചകളെല്ലാം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ നടക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിൽ ഇന്നാണ് വാഷിംഗ്ടണിൽ വെച്ചിട്ടുള്ള കൂടിക്കാഴ്ചയെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്. നാളെ ഇന്ത്യൻ സമയം പുലർച്ചെയോടെ ആയിരിക്കും ഇത് നടക്കുക എന്നാണ് നമുക്ക് വിവരമുള്ളത്. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് ഇത്രയധികം രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു സംഘർഷ മേഖലയിൽ ഉണ്ടാകുന്നത്. ഇത് 2024 സമാനമായിട്ട് ഇസ്രായേൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അത് അവർ തന്നെ ലംഘിക്കുന്നതുമായിട്ടുള്ള സ്ഥിതിയാണെന്നാണ് ഹിസ്ബുള്ള നിലവിൽ വിമർശിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മേഖലയിൽ ശക്തമായ ആക്രമണം നടത്തി 5 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരമുള്ളത്. പിന്നെ ഈ മാധ്യമപ്രവർത്തകരുടെ മരണം, അത് ഇസ്രായേൽ ഗാസയിൽ ഉൾപ്പെടെ പലതവണ ആവർത്തിച്ച വലിയ ഒരു യുദ്ധക്കുറ്റം തന്നെയാണ്. പലരും കണ്ടില്ല എന്ന് ഇപ്പോഴും നടിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഇപ്പോൾ കൊല്ലപ്പെട്ടത് അമാൽ ഖലീൽ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ്. ഇത് അവിടെയുള്ള ലെബനിലെ ഒരു പ്രാദേശിക പത്രമായിട്ടുള്ള അൽ അഖ്ബാർ എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ ഈ യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് വരുന്നതിനിടെയാണ് ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അതുപോലെ ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള സീനബ് ഫറാജ് ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണ്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ ഇസ്രായേലി സൈന്യം ഇതിനെപ്പറ്റി യാതൊരുവിധ സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. അവർ ആകെ സ്ഥിരീകരിക്കുന്നത് തങ്ങളുടെ ആക്രമണത്തിൽ 2 മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റതായിട്ട് വിവരമുണ്ട്, ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇസ്രായേലി സൈനികർ വ്യക്തമാക്കിയത്. അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യാതൊരു സ്ഥിരീകരണവും ഇതുവരെ ഇസ്രായേൽ സൈന്യം നടത്തിയിട്ടില്ല. ഇനി അഥവാ സ്ഥിരീകരിച്ചാൽ പോലും മുൻപ് ഗാസയിലേതുപോലെ അവർ തീവ്രവാദികൾക്ക് പരോക്ഷമായി സഹായങ്ങൾ ആണ് എന്നുള്ളൊരു വിശദീകരണമായിരിക്കാം ചിലപ്പോൾ ഇസ്രായേൽ പുറത്തുവിടാൻ പോകുന്നത്. എന്തായാലും ഈ വെടിനിർത്തൽ ചർച്ചകൾ അത് ഫലപ്രദമായി നടക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി നിലവിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്നുണ്ട്. അമാൽ ഖലീലിന്റെ മരണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നിലവിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ലെബനിലായിരുന്നു പലപ്പോഴും ഈ സമാധാന ചർച്ചകളുടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന കരാറായി ട്രംപും മറ്റും പറഞ്ഞത്. താൻ 10ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചത് ലെബനനും ഇസ്രായേലുമായി ബന്ധപ്പെട്ടതെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. അത്തരത്തിലായിരുന്നു. പക്ഷേ അവിടെ തുടർച്ചയായി ഇസ്രായേൽ വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തുന്നു. അതിനോടുള്ള പ്രതികരണം ഇറാൻ്റെയും ലെബനൻ്റെയും മറ്റും എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തക കൂടി കൊല്ലപ്പെടുന്നത് അത് ഗുരുതരമായ സാഹചര്യം ആ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.